ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം, ആത്മാഭിമാനത്തോടു കൂടി തന്നെയായിട്ടാണ് ഒരു പ്രഖ്യാപനത്തെ കാണുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയൊരു ഉത്തരവാദിത്തമാണുള്ളത്. തിരുവനന്തപുരം നഗരസഭയെ അടിമുടി മാറ്റുക, വികസന അനന്തപുരിക്കായി നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളതാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ 101 കൗൺസിലർമാരുടെ ഉത്തരവാദിത്തം. അതിനായിട്ട് തന്നെ അവരിൽ ഒരാളായി അവരോടൊപ്പം തന്നെ വികസന അനന്തപുരിക്കായി ഉണ്ടാകും. എപ്പോഴാണ് ഡെപ്യൂട്ടി മേയർ അവസരം തനിക്ക് ലഭിക്കുമെന്നുള്ള കാര്യം ഇപ്പോഴാണോ? ഇപ്പോൾ ഞാനിവിടെ കൗൺസിലർ യോഗത്തിന് വന്നതാണ്. അപ്പോഴാണ് സർപ്രൈസ് ആയിട്ടായിരുന്നു ഇങ്ങനെ ഒരു ലിസ്റ്റിലുണ്ട്. ഉറപ്പായിട്ടും മിക്കവാറും പാർട്ടിയുടെ നിർദ്ദേശം ആശാനാഥ് ആയിരിക്കും. അതുകൊണ്ട് അന്ന രീതിയിൽ ഇപ്പോൾ ഈ കൗൺസിൽ യോഗത്തിന് വന്നപ്പോഴാണ് പറഞ്ഞത്. നവമാധ്യമങ്ങളടക്കം വലിയ പിന്തുണയുള്ള ഒരു നേതാവ് കൂടിയാണ്. അത്തരം പിന്തുണ നമുക്ക് ഈ ജനസേവനത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടാണല്ലോ സോഷ്യൽ മീഡിയ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്ക് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ പിന്തുണ തരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ കാര്യത്തിലും, വികസന കാര്യത്തിലും ക്ഷേമ കാര്യത്തിലും ഒക്കെ തന്നെ നമ്മുടെ വാർഡുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പിന്തുണ സോഷ്യൽ മീഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ചെറിയ പ്രായത്തിലായിരുന്നു മേയർ സ്ഥാനത്തിലേക്ക് എത്തുക. എന്തായിരുന്നു കഴിഞ്ഞ കോർപ്പറേഷനിലെ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പോരായ്മയുണ്ട്, പക്ഷേ ഒരു വ്യക്തിപരമായ ആര്യ രാജേന്ദ്രന്റെ വിഷയങ്ങൾ കോർപ്പറേഷൻ ഭരണത്തെ ബാധിച്ചിരുന്നു? വ്യക്തിപരമായിട്ട് ആര്യ രാജേന്ദ്രനെ കുറിച്ച് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒരു മേയർ എന്ന രീതിയിൽ വൻ പരാജയം തന്നെയായിരുന്നു. അത് എല്ലാം നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം തന്നെ. മേയർ എന്ന രീതിയിൽ വളരെയധികം ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞൊരു പ്രവണത ഉള്ള ഒരു മേയർ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ കൗൺസിലർമാർ ചെന്നൊരു കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുവാൻ പോലും തയ്യാറാകാത്ത ഒരു മേയർ തന്നെയായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ അധ്യക്ഷയായിട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു മേയർ കഴിഞ്ഞ 5 വർഷം വളരെ തീർത്തും പരാജയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്രത്തോളം വോട്ട് ഷെയർ വർദ്ധിക്കാൻ സാധിച്ചു, ഇത്രത്തോളം സീറ്റ് കിട്ടിയത്. ജനുവരി മാസം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുകയാണ്. 5 വർഷത്തെ വികസന രേഖ എന്താണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കും. എന്തൊക്കെ നമുക്ക് അത് സംബന്ധിച്ച മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നല്ലോ. എന്താണ് തിരുവനന്തപുരം നഗരത്തിൽ നടപ്പാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 2 പദ്ധതികൾ പറയാം? പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തിരുവനന്തപുരം നഗരവാസികളെ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്ന് മാലിന്യവും തെരുവുനായ്ക്കളുടെ വിഷയങ്ങളും തന്നെയാണ്. തീർച്ചയായിട്ടും വിഷയത്തിൽ പക്ഷേ നേരത്തെ മുൻ കോർപ്പറേഷൻ ദേശീയ അവാർഡ് അടക്കം ആ അവാർഡിനെ കുറിച്ചൊക്കെ നമുക്കൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായും നിങ്ങൾക്ക് തന്നെ റോഡുകൾ സൈഡിൽ തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാലിന്യത്തിൽ അത്ര നല്ല രീതിയിലാണോ തിരുവനന്തപുരം നഗരസഭ. ആ അവാർഡിനെ കുറിച്ചുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. എന്തായാലും തെരുവ് നായ്ക്കളുടെ വിഷയമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ തന്നെ പാർട്ടിയുമായിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മള് ഇതിലോട്ട് കേന്ദ്ര നിയമത്തിലെ ഭേദഗതി അതിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നല്ല. കാരണം തെരുവ് നായ്ക്കൾ പൂർണ്ണമായിട്ട് നമ്മുടെ നഗരവാസികൾക്ക് ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ നല്ലൊരു പ്രോജക്റ്റ് കൊണ്ടുവരണമെന്ന് തന്നെയാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചത്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒന്ന് ഇരുന്ന് ചർച്ച ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് കാരണം ഇത് നാളെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് നമ്മുടെ നഗരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് സൂചിപ്പിക്കും. തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ അറിയിക്കും. സ്ത്രീകൾക്കും ഒപ്പം തന്നെ ചെറുപ്പക്കാർക്കും വേണ്ടി എന്തായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രതീക്ഷിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും അവർക്കെല്ലാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും അതുപോലെ സാധാരണക്കാർക്കും ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടി എന്ന് എനിക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും. കാരണം ഞാനും ഒരു ചെറുപ്പക്കാരിയാണ്, ഒരു സ്ത്രീയാണ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്കിങ്ങനെ ഒരു ചുമതല പാർട്ടി തലത്തിൽ വരുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്തായാലും യുവാക്കളോടും സ്ത്രീകളോടും സാധാരണക്കാരായിട്ടുള്ള ആളുകളോടും ഒപ്പം തന്നെയായിരിക്കും. അപ്പോൾ അവരിൽ ഒരാളെ അവരോടൊപ്പം അവർക്ക് വേണ്ട പദ്ധതികളൊക്കെ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ പ്രാവർത്തികമാക്കുന്നതിന് മുന്നിൽ തന്നെ ഉണ്ടാകും. പദ്ധതികൾ എന്താണ് പ്രാവർത്തികമാക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടൊക്കെ തന്നെ പറയാം. ഒരൊറ്റ കാര്യം, ശ്രീലേഖ IPS പോലുള്ള ആളുകളെ ശരിക്കും പറഞ്ഞാൽ കോർപ്പറേഷന്റെ ഭരണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യം ജനം പ്രതീക്ഷിച്ചിരുന്നു. അവരെ പോലുള്ള ആളുകളെ എന്തായിരിക്കും പാർട്ടി മാറ്റി നിർത്തി നിയമസഭയിലേക്ക്? ഇല്ല, മാറ്റി നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. അത് വ്യക്തമായിട്ട് പാർട്ടി സൂചിപ്പിച്ചത് തന്നെയാണ്. പുള്ളിക്കാരി തന്നെയാണല്ലോ നമുക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിട്ടുള്ളത്. ഇതില്ല എന്താണെങ്കിലും ഡെപ്യൂട്ടി മേയർ സംസ്ഥാനത്ത് ആദ്യമായി BJP ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ പോവുകയാണ്, തലസ്ഥാന കോർപ്പറേഷൻ. അതിന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന BJPയുടെ ആശാനാഥ് നിലവിൽ പുതിയതായി രൂപപ്പെട്ട കരിമം വാർഡിലെ കൗൺസിലറാണ്. 2016 ഒരു ബൈ ഇലക്ഷനിലൂടെ പാപ്പനംകോട് കൗൺസിലറായി ആശാനാഥ് ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്, പാർലമെന്റ് രംഗത്തേക്ക് വരുന്നത്. പിന്നീട് 2ാമതും പാപ്പനംകോട് വാർഡിൽ നിന്നും ജയിക്കുന്നു. 2 തവണ ജയിച്ച 3ാം തവണ കരിമം വാർഡ് പുതിയതായി രൂപപ്പെട്ട വാർഡാണ്. 3ാമത്തെ തവണയും കൗൺസിലറായി ജയിക്കുന്നു. മുൻ BJP
BJPയുടെ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റാണ്. നേരത്തെ ABVP സംഘടനാ പ്രവർത്തനമാണ്. RSSുമായി അടുത്ത ബന്ധമുള്ള നേതാവ് കൂടിയാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പിന്തുണയുള്ള നേതാവാണ്. എന്താണെങ്കിലും ഈ ഒരു സ്ഥാനം, തനിക്ക് ഈ അവസരം ലഭിച്ചത് ആകസ്മികമാണ്. അത് ഇപ്പോൾ അപ്രതീക്ഷിതമായി താൻ അറിയുന്നത് ഇപ്പോൾ തന്നെയാണ്. എത്തരത്തിലുള്ള യാതൊരു സൂചനയും നേരത്തെ പാർട്ടി നൽകിയിരുന്നില്ല എന്നാണ് ആശാനാഥ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള BJPയുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി A. സുരേഷ് പ്രഖ്യാപിച്ചത്. നേരത്തെ ഈ 101 വാർഡിലെ മത്സരിച്ച ആളുകൾ, തോറ്റവരും ജയിച്ചവരും ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ വിഷയം ജില്ലാ പ്രസിഡന്റും ഒപ്പം തന്നെ സംസ്ഥാന ഭാരവാഹികളും ചേർന്ന് സംസാരിച്ച റിപ്പോർട്ട് തയ്യാറാക്കി. ഇന്ന് ആ റിപ്പോർട്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് കൈമാറി. അങ്ങനെ രാജീവ് ചന്ദ്രശേഖരാണ് അന്തിമമായ തീരുമാനം കോർപ്പറേഷനിലേക്ക് കൈക്കൊണ്ടത്. ഇപ്പോൾ മുൻ DGP R. ശ്രീലേഖ അടക്കമുള്ള ആളുകളെ ഇനി പരിഗണിക്കുക നിയമസഭയിലാക്കിയായിരിക്കും. അത് വട്ടിയൂർക്കാവ് അടക്കമുള്ള പാർട്ടിക്ക് അല്ലെങ്കിൽ BJPക്ക് ജയിക്കാൻ വലിയ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലം ശ്രീലേഖയ്ക്ക് നൽകും. അങ്ങനെ ഒരു സമവായത്തിലൂടെയാണ് ശ്രീലേഖയ്ക്ക് നിലവിൽ കോർപ്പറേഷനിൽ ഭാരവാഹിത്വമില്ല അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണത്തിലേക്ക് ഇപ്പോൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് BJP ഔദ്യോഗികമായി തന്നെ കടന്നത്. RSSും സ്വാഭാവികമായി തന്നെ BJP എടുക്കുന്ന ഏത് പാർലമെന്ററി പാർട്ടിയുടെ അത്തരം കാര്യങ്ങൾ തീരുമാനത്തിൽ RSSും സ്വാഭാവികമായി തന്നെ ഇടപെടും. അത്തരം കാര്യങ്ങളിൽ RSSന്റെയും അഭിപ്രായമൊക്കെ തേടി തന്നെയാണ് നിലവിൽ NDA ഇങ്ങനൊരു അഭിപ്രായ രൂപീകരണത്തിലേക്ക് എത്തുകയും അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും VV രാജേഷ് പൊതു സ്വീകാര്യനാണ്. RSSുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. നേരത്തെ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. കഴിഞ്ഞ 5 വർഷവും കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആശാനാഥാണ് അല്പം മുമ്പ് 24 സംസാരിച്ചത്. തൊട്ട് മുൻപ് VV രാജേഷ് മേയർ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട VV രാജേഷ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷാണ് ഇരുവരുടെയും സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കോർപ്പറേഷനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും എന്നായിരുന്നു VV രാജേഷിന്റെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.